नमस्ते सर। नमस्ते 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 सर। नमस्ते नमस्ते सर। नमस्ते 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 सर। नमस्ते नमस्कार सर। नमस्कार नमस्कार सर। नमस्कार सर। नमस्कार നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ ഈ 4ാം അധ്യായം എടുക്കണ്ടേ? ഏകാദശം. അതെ സർ. ഏകാദശസ്കന്ധം അധ്യായം 4. രാജോവാചാം യാനി യാനീഹ കർമാണി യൈ സ്വച്ഛന്ദജന്മഭീ ചക്രേ കരോതി കർത്താവാ ഹരിസ്ഥാനി ബ്രുവന്തു നാം. യാനി യാനി ഇഹ കർമാണി, യാതൊരു കർമ്മങ്ങൾ, യൈഹി യൈഹി ആരാലൊക്കെ, സ്വച്ഛന്ദജന്മഭിഹി സ്വച്ഛന്തമായും ജന്മമെടുത്ത ആരാലൊക്കെ, ചക്രേ ചെയ്തു, കരോതി ചെയ്യുന്നു, കർത്താവായിട്ട്, ഹരിഹി താനി ബ്രുവന്തുന അത് ഞങ്ങളോട് പറയൂ. രാജാവിന്റെ ചോദ്യം ഇവിടെയാണ്. കഴിഞ്ഞ അധ്യായത്തില് പൂജാക്രമങ്ങൾ വിവരിച്ചപ്പോൾ ആ ഇഷ്ടമൂർത്തിയെ കുറിച്ച് ധ്യാനിക്കണം, പൂജിക്കണം, സ്തുതിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്തുതിക്കണമെങ്കിൽ ആ ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കണമല്ലോ, എന്നുവെച്ചാലേ സ്തുതിക്കാൻ പറ്റൂ. ഗുണഗണങ്ങൾ വർണ്ണിക്കണമെങ്കിൽ സ്വരൂപങ്ങൾ ഉണ്ടാവണം. സ്വരൂപങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവതാരങ്ങൾ ഉണ്ടാവണം. അതിലല്ലേ രൂപങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഭഗവാന് മാത്രമേ ഇഷ്ടാനുസരണം രൂപം സ്വീകരിക്കാനും അത് ഉപേക്ഷിക്കാനും കഴിയുള്ളൂ. നമുക്ക് നമ്മുടെ ഇച്ഛ അനുസരിച്ച് രൂപം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അസ്വതന്ത്രരാണ്. ഭഗവാൻ സ്വതന്ത്രനാണ്. സ്വയമേവ ഇച്ഛിക്കുമ്പോൾ ഒരു രൂപം എടുക്കാം, മതിയായി നോക്കുമ്പോൾ അത് ഉപേക്ഷിക്കാം, പിന്തിരിയാം, പോവാം. അതുകൊണ്ട് അങ്ങനെ കഴിയുന്ന ഒരു വേഷക്കാരൻ തനിക്ക് കിട്ടിയ കഥാപാത്രത്തെ ആടി അഭിനയിപ്പിച്ച് വേഷം അഴിച്ചു വെക്കുന്നത് പോലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഓരോ അവതാരത്തിലും ഭഗവാന്റെ ഗുണങ്ങൾ, ഭഗവാന്റെ കർമ്മങ്ങൾ, സ്വരൂപങ്ങൾ, ഇതെല്ലാം ഏതേത് രൂപങ്ങൾ സ്വീകരിച്ച് ഏതേത് കർമ്മങ്ങൾ ഭഗവാൻ ചെയ്തിട്ടുണ്ട്, എന്തെന്ത് അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ള വിഷയമാണ് ചോദിക്കാനുള്ള പ്രസക്തി.
അല്ലെങ്കിൽ അവതാരങ്ങളെ കുറിച്ച് ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യമുള്ളതല്ല. പക്ഷെ തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ പൂജാക്രമം വരിച്ചപ്പോൾ ഭഗവാനെ സ്തുതിക്കണം, ആരാധിക്കണം, സ്തോത്രങ്ങൾ ചൊല്ലണമെങ്കിൽ ഗുണഗണങ്ങൾ വേണം. ഗുണഗണങ്ങൾ വേണമെങ്കിൽ ആകൃതിയും രൂപവും വേണം. അങ്ങനെ ഭഗവാൻ ഏതേത് ആകൃതികളിൽ, ഏതേത് രൂപങ്ങളിൽ, ഏതേത് ഗുണങ്ങൾ, ഏതേത് കർമ്മങ്ങൾ എവിടെ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് ഭഗവത് സ്വരൂപത്തിന്റെ അവതാരങ്ങളെ കുറിച്ചാണ് ഇവിടെ രാജാവ് ചോദിക്കുന്നത്. യാനി യാനീഹ കർമാണി ഏയർ സ്വച്ഛന്ദജന്മഭി. സ്വച്ഛന്ദജന്മമാണ് ഭഗവാന്റെ. ചക്രേ ചെയ്തു കരോതി കർത്താവാഹരി താനുബ്രുവന്തു നാം. ഈ ലോകത്തില് ഏതേത് കർമ്മങ്ങളെ ചെയ്തുവോ, കരോതി ചെയ്യുന്നുവോ, അതിന്റെ കർത്താവായിരിക്കുന്നുവോ, അതൊക്കെ ഞങ്ങളോട് ഒന്ന് വിസ്തരിച്ച് പറയണം എന്ന് ആവശ്യപ്പെട്ട് ഈ അധ്യായത്തിൽ ദ്രുമിളൻ എന്ന യോഗിയാണ് അവതാരങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പറയാൻ പുറപ്പെടുക. യോവാനന്ദഫ്യ ഗുണാനന്ദാൻ അനുക്രമിഷ്യൻ സതുബാലബുദ്ധി രജംഫി ഭൂമിർഗണയത് കഥഞ്ചിത് കാലേന നൈവാഹിതശക്തിധംന. യോവാ, യാതൊക്കെ ആവട്ടെ, അനന്തഫ്യ ഗുണാൻ, അനന്തന്റെ ഗുണങ്ങളെ, അനന്തങ്ങളായ ഗുണങ്ങളെ, അനുക്രമിഷ്യൻ, വർണ്ണിച്ച് പറഞ്ഞു തീർക്കാൻ, അപ്പുറത്ത് കടക്കാൻ, ഫത്തു, അതിനാകട്ടെ, ബാലബുദ്ധി, ബാലന്മാരുടെ ബുദ്ധിയാണ്, ആലോചന ഇല്ലാത്ത ബുദ്ധിയാണ്, ആലോചന പാകപ്പെടാത്ത ബുദ്ധിയാണ്. ആർക്കാണോ ഭഗവാന്റെ, അനന്തനായ ഭഗവാന്റെ അനന്തങ്ങളായ ഗുണഗണങ്ങളെ ബാലബുദ്ധിയോടെ പറഞ്ഞ് പഠിച്ച് അനുക്രമണം ചെയ്ത് ശീലിക്കാൻ കഴിയുന്നത്, അവൻ രജാംശി ഭൂമിയിൽ ഗണയേ, അവൻ ഭൂമിയിലുള്ള പൊടികളൊക്കെ എണ്ണി തീർക്കുന്ന പോലെയാണ്. കഥഞ്ചിത്, എങ്ങനെയെങ്കിലും, കാലേന നൈവാഖിലശക്തിധാം, അഖിലശക്തിധാമാവായിരിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങളെ എത്ര കാലം കൊണ്ടാണെങ്കിലും നഗണയെ നൈവഗണയെ എണ്ണി തീർക്കാനാവില്ല. ഭഗവാന്റെ അവതാര ലീലകൾ 3 കാലങ്ങളിലും ഉള്ളത് എല്ലാം വിസ്തരിച്ച് പറയാൻ ആവില്ല എന്ന അഭിപ്രായത്തോടെയാണ് നിമി മഹാരാജാവിനോട് ദ്രുമിളൻ എന്ന യോഗീശ്വരൻ അവതാര കഥകളെ കുറിച്ച് പറയാൻ പുറപ്പെടുക. കാരണം അനന്തനാണ് ഭഗവൻ. അന്തമില്ലാത്തവന്റെ കഥകൾ എങ്ങനെ പറയാൻ പറ്റും? കടൽപ്പുറത്തെ മണത്തരികൾ എണ്ണുന്ന പോലെയാണ്, അന്തമില്ലാതെ. തിരമാലകൾ എണ്ണുന്ന പോലെയാണ്, അന്തമില്ല അതിന്. അങ്ങനെ അനന്തനായ ഭഗവാന്റെ അനന്തങ്ങളായ ഗുണഗണങ്ങൾ ഒന്ന് മുഴുവൻ പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നവൻ ആലോചിക്കുന്നില്ലാത്ത കുട്ടികളെ പോലെയാണ്, ബാലബുദ്ധിയാണവൻ. അങ്ങനെ ആരെങ്കിലും പുറപ്പെട്ടാൽ തന്നെയുമല്ല, അവന്റെ യത്നം ഭൂമിയിലെ മണത്തരികൾ എണ്ണിക്കൂട്ടാൻ പുറപ്പെടുന്നത് പോലെയാണ്, അസാധ്യമായ കാര്യം സാധിക്കാൻ പുറപ്പെടുന്ന പോലെയാണ്. അതുകൊണ്ട് എത്ര കാലം എണ്ണിയാലും, എത്ര യോഗീശ്വര സിദ്ധി ഉണ്ടായാലും ഒരുപക്ഷെ ഭൂമിയിലെ മണത്തരികൾ എണ്ണി തീർത്തേക്കാം. പക്ഷേ ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. അളവറ്റ ഗുണഗണങ്ങളും കർമ്മങ്ങളും ഭഗവാനിലുണ്ട്. എങ്കിലും ഞാൻ ചോദിച്ചതുകൊണ്ട് അവതാര ലീലകൾ ചുരുക്കി പറയാം, കേട്ടോളൂ. യോവാനന്ദസ്യ ഗുണാനന്ദാൻ അനുക്രമിഷ്യൻ സതുബാലബുദ്ധി രജംഫി ഭൂമിർഗണയത് കഥഞ്ചിത് കാലേന നൈവാഖിലശക്തിധംനാം. യോവാനന്ദസ്യ ഗുണാനന്ദാൻ അനുക്രമിഷ്യൻ സതുബാലബുദ്ധി
രജംഫി ഭൂമിർ ഗണയത് കഥഞ്ചിത് കാലേന നൈവാഖിലശക്തി ധർമ്മ ഭൂതൈർയദാ പഞ്ചഭിരാത്മസൃഷ്ടൈൻ പുരം വിരാജം വിരജയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടപുരുഷാഭിധാനമവാപ നാരായണ ആദിദേവം. ആദ്യം മുതൽ പറയാം. ആദ്യത്തെ സൃഷ്ടി ഭൂതൈഹി പഞ്ചഭിഹി ആത്മസൃഷ്ടി. താമസിച്ചുപോയി കേറാൻ. 4-ാം അധ്യായം. അധ്യായം 4, ഏകാദശ സ്കന്ധം 4-ാം അധ്യായം. ഇപ്പൊ 3-ാമത്തെ ശ്ലോകത്തെത്തി. ഭൂതൈഹി ഭൂതങ്ങളാൽ യഥാ എപ്പോഴാണോ പഞ്ചഭിഹി ഭൂതൈഹി 5 ഭൂതങ്ങളാൽ ആത്മസൃഷ്ടൈഹി തന്നെത്താൻ സൃഷ്ടിച്ചാണ് 5. അതില് പുരം വിരാജം വിരജയ്യ തസ്മിൻ, അതിലെ വിരാജം എന്ന പുരത്തെ ഉണ്ടാക്കിയിട്ട്, വിരാജത്തിൽ വിരാട്, ഈ പഞ്ചഭൂതങ്ങളിൽ പ്രവേശിച്ചിട്ട് അതിൽ നിന്നും വിരാട് എന്ന ഒരു പുരത്തെ ഉണ്ടാക്കിയിട്ട് തസ്മിൻ അതിൽ സ്വാംശേന വിഷ്ട, സ്വന്തം അംശം കൊണ്ട് വിഷ്ട ആവിഷ്ട ആവേശിച്ചു പ്രവേശിച്ചു. പുരുഷാഭിധാനം, അതിനെ പുരുഷൻ എന്നൊരു പേരുമായി. അവാപ നാരായണ ആദിദേവ, ആദിദേവനായ നാരായണൻ അതോടുകൂടി പുരുഷൻ എന്ന പേര് സ്വീകരിച്ചു. അത് കാരണം എന്താണ്? പുരത്തിൽ ശയിച്ചത് കൊണ്ട് പുരുഷനായി. വിരാജം പുരം, വിരാട് എന്ന പുരത്തിൽ ആവേശിച്ചത് കൊണ്ട് ഭഗവാന്റെ ആദ്യത്തെ അവതാരം വിരാട് പുരുഷനാണ്. അത് പഞ്ചഭൂതങ്ങളിൽ അന്തർലീനമാണ്. അതുകൊണ്ട് ഈ ആദി പുരുഷനായ വിരാട് പുരുഷനെ ആദിദേവന്, അതേപോലെ വിരാട്ടെന്ന്, വിരാട് പുരുഷനെന്ന് എന്നൊക്കെ ഓരോരോ നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. ആദ്യത്തെ അവതാരം താൻ തന്നെ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ചിട്ട് അതിൻ്റെ അകത്ത് താൻ പ്രവേശിച്ചിട്ട് നിയന്ത്രിച്ച് നയിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അത് ഏതുപോലെ എന്ന് വെച്ചാൽ, ഒരു പുഴു തനിക്കിരിക്കാൻ പാകത്തിന് കൂടുണ്ടാക്കും. പണി കഴിഞ്ഞാൽ ആ കൂടിന്റെ ഉള്ളിൽ പുഴു കയറി തന്റെ സ്വരൂപം പുറത്ത് കാണിക്കത്തില്ല. ഈ കൂട് മരിച്ചുകൊണ്ട് ഈ പുഴു ഇങ്ങനെ സഞ്ചരിച്ചു. പുഴുവിനെ കാണാൻ പറ്റത്തില്ല. നമുക്ക് എന്നൊരു നല്ല ഉദാഹരണം. ഇതേപോലെ ഭഗവാൻ ആദിപുരുഷൻ ഈ ബ്രഹ്മാണ്ടമെന്ന വിരാട് എന്ന പുരത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് ഈ ബ്രഹ്മാണ്ടത്തെ താൻ തന്നെ നയിച്ചു കൊണ്ടുപോകും. താൻ ഇങ്ങനെ തിരിക്കൊള്ളുന്നത് പുറത്തിരിക്കുന്ന ഒരാൾക്ക് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, വേട്ടാളന്റെ കൂടുകളോ അതുപോലുള്ള ചെറിയ പുഴുവിന്റെ കൂടുകളോ ഇങ്ങനെ സഞ്ചരിച്ചു പോകും. ഇതെങ്ങനെ പോകുന്നു നമുക്ക് അന്നേരം അടുത്തതാണ്. ഇതിന്റെ അകത്ത് ആരിപ്പുണ്ട്? ഈ കൂടുണ്ടാക്കിയ പുഴുവിന്റെ തിരിപ്പുണ്ട്. ആ പുഴു തന്റെ തന്നെ അംശം കൊണ്ട്, തന്റെ തന്നെ കഴിവ് കൊണ്ട് ഉണ്ടാക്കി വെച്ചു. പക്ഷെ അതിൻ്റെ അകത്ത് താൻ തന്നെ കരുതിയിരുന്ന് താൻ ഇങ്ങനെ സഞ്ചരിച്ചു പോകും. ഇതുപോലെ ഓഡിയോ ഓണാണ്, അതാണ്. അതാണ് ഈ കേൾക്കുന്നത്. ആ ഡിസ്റ്റർബൻസ് ഉണ്ട് സാർ, ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ ഓഫാക്കി. ഭൂതൈർയദാ പഞ്ചഭിരാത്മസൃഷ്ടൈ പുരം വിരാജം വിരജയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടപുരുഷാഭിധാനം അവാപ നാരായണ ആദിദേവാം. ഇതാണ് ആദ്യത്തെ അവതാരം. ഏകരൂപനായിരിക്കുന്ന ഭഗവാൻ സാധാരണക്കാർക്ക് പലതായി കാണപ്പെടുന്നത് പോലെ പല രൂപത്തിൽ പ്രകാശിക്കുന്നു. വിരാജമാനനാണ്, വിരാട്ടായി പ്രകാശിക്കുന്ന പുരുഷനാണ്.
അതിൻ്റെ ഉള്ളിൽ അഭേദമായൊരു ആത്മചൈതന്യം, ഒരു പരമചൈതന്യം ഉണ്ടായിട്ടുണ്ട്. അത് ആർക്കും മനസ്സിന് പോലും വിഷയമല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. ആ നിലയിൽ വിശേഷസ്ഥിതി പ്രാപിച്ച ആദ്യത്തെ അവതാരം ഈ പുരുഷാവതാരം. അതുകൊണ്ടാണ് ഈ ചരാചരങ്ങൾ സർവത്തിലും ഭഗവാൻ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുന്നതുകൊണ്ടാണ്. ഇതാണ് ആദ്യത്തെ അവതാരം. ഭൂതേര്യതാ പഞ്ചഭിരത്നസൃഷ്ടേ പുരം വിരാജം വിരചയ്യതസ്മിൻ സ്വാംശേന വിഷ്ടപുരുഷ അഭിധാനമവാപ നാരായണ ആദിദേവം. രഘു എന്തേലും പറയുന്നുണ്ടോ? തത്കായേഷ ഭുവനത്രേവന്നിവേശോ യഫ്യേന്ദ്രിയസ്തനുഭൃതാം ഉഭയേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ വരമോജൈഹ തത്വാദിഭിസ്ഥിതിലയോദ്ഭവ ആദികർത്താം. യത്കായ ഏഷ ഭുവനത്രയസന്നിവേശോ. യത്കായേ യാതൊരുവന്റെ ദേഹത്തിൽ ഭുവനത്രയ സന്നിവേശ മൂന്ന് ലോകത്തിന്റെയും സ്ഥിതി ഭവിക്കുന്നു. ഈ കൂടുപോലെയുള്ള ഈ വിരാജമാനമായ വിരാട് സ്വരൂപമായ പുരത്തിന്റെ ഉള്ളിൽ മൂന്ന് ലോകത്തും അന്തർഭവിക്കുന്നു. യാതൊരു ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് യഫ്യ ഇന്ദ്രിയഹി തനുഭൃതാം ഉഭയേന്ദ്രിയാൻ, ശരീരികളുടെ രണ്ട് തരത്തിലുള്ള ഇന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, ജ്ഞാനം സ്വതശ്വസനതോ വരമോജൈഹ, യാതൊരു ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് രണ്ടു തരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ ഉണ്ടാകാൻ കാരണമായത്? ഭഗവാന് ഇതിൽ പ്രവർത്തിക്കാൻ ഇന്ദ്രിയങ്ങൾ ആവശ്യമില്ല. പക്ഷെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളുടെ ഓജസ്സും തേജസ്സും കൊണ്ടാണ് ഇതിലുള്ള ജീവജാലങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അത് പ്രവർത്തിക്കത്തില്ല. ജ്ഞാനം സ്വതഃ ശ്വസനതവും, അറിവുണ്ടാകുന്നു. യാതൊരുവന്റെ ശ്വാസത്തിൽ നിന്നും പ്രാണനിൽ നിന്നും ശരീരികൾക്ക് ബലം ഓജ ഈഹ, ദേഹബലം, ഓജസ് ഇന്ദ്രിയബലം, ഈഹ ശരീരത്തിന്റെ ചേഷ്ടകൾ, ഇവകളൊക്കെ യാതൊരു ഭഗവാന്റെ പ്രാണനിൽ നിന്നാണ് ജീവജാലങ്ങൾക്കുണ്ടാകുന്നത്. തത്വാദിഭി സ്ഥിതിലയ ഉദ്ഭവ ആദികർത്ത. തത്വാദികളെ കൊണ്ട് സ്ഥിതിലയ ഉദ്ഭവങ്ങൾ ഉണ്ടാകുന്നതിന് ആദികർത്താവാണ്. ഇവകളൊക്കെ ഉണ്ടാക്കിയ ആദിമ പുരുഷനാണ് ഭഗവാൻ. സകല സൃഷ്ടിയും ഭഗവാനിൽ നിന്നാണ്, സകല സ്ഥിതിയും ഭഗവാനിൽ നിന്നാണ്, സകല ഉപസംഹാരവും ഭഗവാനിൽ നിന്നാണ്. ലോകങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ആ വിരാട് പുരുഷന്റെ രണ്ടു വിധത്തിലുള്ള ഇന്ദ്രിയത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങൾ പോലെയുള്ള ഭഗവാന്റെ ആ ശക്തിയിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. കാരണം ഭഗവാന്റെ ജ്ഞാനം ഇന്ദ്രിയങ്ങളിൽ നിന്നല്ല. നമുക്ക് ജ്ഞാനം അങ്ങനെയാണ്. ഭഗവാന് ജ്ഞാനം സ്വതസിദ്ധമാണ്. നമ്മുടെ ജ്ഞാനം ഇന്ദ്രിയങ്ങളിൽ നിന്നേ ഉണ്ടാവുക. കണ്ണുകൊണ്ട് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ടൊക്കെയാണ് നമുക്ക് അറിവ് ഉണ്ടാകുന്നത്. ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല. കാരണം വിരാട് പുരുഷന്റെ പ്രാണനിൽ നിന്നാണ് ഈ സകല ദേഹികളുടെയും ദേഹശക്തി ഉണ്ടാകുന്നത്, ഇന്ദ്രിയശക്തി ഉണ്ടാകുന്നത്, മനഃശക്തി ഉണ്ടാകുന്നത്. അതിൽ നിന്നും ഉണ്ടായ രജോ ഗുണത്തെ ആശ്രയിച്ചിട്ടാണ് സൃഷ്ടി, സത്വഗുണത്തെ ആശ്രയിച്ചിട്ടാണ് നിലനിൽപ്പ്, തമസിനെ ആശ്രയിച്ചിട്ടാണ് ഉപസംഹാരവും. ഇങ്ങനെ
കാര്യത്തിനും കാരണത്തിനും ഏകസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. ഭഗവാൻ നിമിത്തമാണ് ഈ പ്രപഞ്ചത്തിന്റെ സമസ്ത സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉണ്ടാകുന്നത്. ആ ആദികർത്താവായ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഭഗവാന്റെ ശക്തി കൊണ്ടാണ് തന്റെ ഉള്ളിലേക്ക് ഇത് ഉപസംഹരിക്കുന്നത്. ഇതാണ് ആ ആദിപുരുഷന്റെ സ്വഭാവം. ആദിപുരുഷന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുമ്പോൾ ഇവകളെ വർണ്ണിച്ചുകൊള്ളൂ. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി വിനാശങ്ങൾക്ക് കാരണസ്വരൂപനാണ് ഭഗവാൻ. അങ്ങയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ജ്ഞാനം മുഴുവൻ ലഭിച്ചത്. അങ്ങയിൽ നിന്നാണ് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ സ്തുതിക്കാം നമുക്ക്. വിരാട് പുരുഷന്റെ സ്തുതിയാണ് ആദ്യം. അതുകൊണ്ട് ഈ വിരാട് പുരുഷനെ എല്ലാ ജീവജാലങ്ങൾക്കും സ്തുതിക്കാൻ അവകാശമുണ്ട്. അപ്പൊ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഭഗവാൻ തന്നെയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഭഗവാനാണ്. അതിനെ ചലിപ്പിക്കുന്നതും ഭഗവാനാണ്. ഈ രണ്ട് കാരണവും ഭഗവാനിലാണ്. കൂടുണ്ടാക്കിയത് പുഴുവാണ്. ആ കൂടിനെ ചലിപ്പിക്കുന്നതും പുഴുവാണ്. അപ്പൊ അവിടെ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഒരാൾ തന്നെയായി. നമ്മൾ പക്ഷെ അങ്ങനെയല്ല. നിമിത്ത കാരണം ഒരാളിൽ, ഉപാദാന കാരണം മറ്റൊരിടത്ത്. പക്ഷെ ഇവിടെ അതല്ല. ഇത് രണ്ടും കൂടി ഒന്നായിട്ട് തീരുന്നു. അതുകൊണ്ട് ഇത് ഈ നിമിത്ത കാരണവും ഉപാദാന കാരണവും ഒന്നായിത്തീരുന്ന നിലനിന്ന് ജഗത്തിന്റെ സ്വഭാവമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഈശ്വരൻ വേറെയല്ല എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഈശ്വരൻ ഇതിൽ തന്നെ ഉണ്ട്. ഈശ്വരൻ ഒരാൾ വേറെയില്ല, ഇത് തന്നെയാണ്. അത് വാസ്തവത്തിൽ അവരെ സൂക്ഷ്മ ചൈതന്യം ശരിക്ക് അറിയാത്ത കൊണ്ടാണ്. കാരണം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. ഇതിൽ നിന്നും വ്യതിരിക്തനായ ഒരു ഈശ്വര ചൈതന്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ യഥാർത്ഥമായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ തത്വം ആലോചിച്ചാൽ അത് ഈ സ്വഭാവത്വമാണ് അതിന് കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ പരമതേജസ്സിനെ നമുക്ക് കാണാൻ നമുക്കറിയത്തില്ല, ഭാഗ്യം നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ആ മഹാന്മാർ ബുദ്ധിമാർ തന്നെയാണ്. എങ്കിലും നമുക്ക് ക്ഷമ പോരാത്ത കൊണ്ട് എത്തേണ്ട സ്ഥാനത്ത് എത്താതെ അരികത്ത് വന്ന് നിന്നിട്ട് ഇതൊന്നും ഇല്ലാത്തതാണ്, ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾക്കറിയില്ല, ഉണ്ടെങ്കിൽ കാണണ്ടേ, ഇപ്പോഴും ഇല്ലാത്തുണ്ടെങ്കിൽ കാണണ്ടേ, ഇത് വെറുതെയാണ്, ഇതൊന്നുമില്ല, ബാഹ്യമായ ഒരു ശക്തി കൊണ്ട് ഇത് സഞ്ചരിച്ചു പോകുന്നതാണ് എന്നൊക്കെ വാദിക്കുന്നവർ ഈ ലോകത്ത് ഉണ്ടായേക്കാം. ശൂന്യവാദികളെ കുറിച്ച്, അഭേദവാദികളെ കുറിച്ച് വേദാന്തം പറയുന്ന കുറെ നിരുദ്ധവാദങ്ങളുണ്ട്. അവയെക്കുറിച്ചൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ ഓരോ തരത്തിലുള്ള മതങ്ങൾ ഇങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ വിവിധ ഭാഗങ്ങളാണ്. ഇതന്നെ ഹിന്ദുമതത്തിന്റെ ഓരോ അംശങ്ങളാണ്. സാഖ്യന്മാരുണ്ട്, വൈശേഷികന്മാരുണ്ട്, യോഗശാസ്ത്രം അഭ്യസിക്കുന്നവരുണ്ട്, അതുപോലെ ചാർവാകന്മാരുണ്ട്, ബൗദ്ധന്മാരുണ്ട്. ഇങ്ങനെ ഇവരൊക്കെ ഏതുവരെ എത്തുന്നുവോ അവിടം വരെ ശരിയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തില്ല എന്ന് പറയരുതെന്ന് മാത്രം. ഈ ദാർശനികന്മാരൊക്കെ എത്തിച്ചേരുന്ന വഴി നന്നായിരിക്കും. പക്ഷെ ഞങ്ങളുടെ വഴിക്ക് അപ്പുറത്ത് ഇനിയൊന്നുമില്ല, ഇതിൻ്റെ അവിടെ എന്താണിത് എന്ന് പറയരുതെന്ന് മാത്രം. അതുകൊണ്ടാണ് ഒരു വിഭാഗത്തെയും ദൂഷിക്കാതെ ഭാരതീയ സംസ്കാരം എന്ന ഹിന്ദുമതം എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ ജ്ഞാനം ഭഗവാനിൽ നിന്നാണ് ലഭിച്ചത്. അങ്ങനെ ഒരു ചൈതന്യ സ്വരൂപം ഉണ്ട് തന്നെ. യത്കായ ഏഷ ഭുവനത്രയഭന്നിവേശോ യേന്ദ്രിയേസ്തനുഭൃതാം ഉഭയേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ ബലമോജൈഹാം തത്വാദിഭിസ്ഥിതിലയോദ്ഭവ ആദികർത്താം. യത്കായ ഏഷ ഭുവനത്രയഭന്നിവേശോ യേന്ദ്രിയേസ്തനുഭൃതാം ഉഭയേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ ബലമോജൈഹാം
തത്വാദിഭിസ്ഥിതിലയോദ്ഭവ ആദികർത്താ യത്കായേഷ ഭുവനത്രയ സന്നിവേശോ യേന്ദ്രിയൈസ്തനുഭൃതാം ഉഭയേന്ദ്രിയാണി ജ്ഞാനം സ്വതസുഖനതോ പരമോദ ഈഹാ തത്വാദിഭിസ്ഥിതിലയോദ്ഭവ ആദികർത്താ ആദാവഭുൻ ശതധൃതീരജഭാഷ്യസർഗേ വിഷ്ണുസ്ഥിതോ ക്രതുപത് ദ്വിജധർമ്മഭേദോ രുദ്രപ്രിയായ തമസാപുരുഷസ്വാദ്യ ഇത്യുദ്ഭവസ്ഥിതിലയ സതതം പ്രജാസൂം. ആദൗ ആദിയിൽ അഭൂത് ഉണ്ടായി ശതധൃതി ബ്രഹ്മാവ് അനേക തരത്തിലുള്ള സൃഷ്ടികൾ നിർവഹിച്ചനായതുകൊണ്ട് ശതധൃതി ഇത് ബ്രഹ്മാവിന് വരുമെന്നാണ്. ആദാവഭൂത് ശതധൃതി, ആദ്യം ബ്രഹ്മാവുണ്ടായി. രജോ ഗുണങ്ങൾ അഫ്യുഫർഗെ, അവന്റെ സൃഷ്ടിയിൽ വിഷ്ണു സ്ഥിതിയിലും ക്രതുപതിഹി ദ്വിജധർമ്മഭേദു, യാഗങ്ങളുടെ ഫലദാതാവായി ഇരുന്നു കൊണ്ട് സ്ഥിതൗ ക്രതുപതിഹി ദ്വിജധർമ്മഭേദു വിഷ്ണു. ബ്രഹ്മാവ് സൃഷ്ടിയായി. വിഷ്ണു ആകട്ടെ എല്ലാ യാഗങ്ങളുടെയും പതി എന്ന് വെച്ചാൽ ഫലം നൽകുന്നവൻ, ഫലദാതാവായിട്ട് ഇരുന്നു കൊണ്ട് ദ്വിജധർമ്മഭേദു, ബ്രാഹ്മണാദി വർഗങ്ങളുടെ ധർമാധർമ്മങ്ങളെ നിയമിപ്പിച്ചു ഭഗവാൻ. ഇത് സ്ഥിതിയാണ്, നിലനിൽപ്പാണ്, ഭരണമാണ്, സംരക്ഷണയാണ്. ഇത് വിഷ്ണുവിന്റെ കൃത്യമാണ്. ആദ്യം ബ്രഹ്മാവായി സൃഷ്ടി ചെയ്തു, രണ്ടാമത് വിഷ്ണുവായി യജ്ഞം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം കൊടുത്തു. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളായ 4 വർണ്ണങ്ങൾക്കും അവരവരുടെ ധർമ്മങ്ങളെ സ്ഥാപിച്ച് അവരവരുടെ ധർമ്മങ്ങളിലെ അതിരുവിട്ടു പോകാതെ സൂക്ഷിച്ച് കാത്തു രക്ഷിക്കേണ്ട ചുമതല വിഷ്ണുവിനായി. അതാണ് വിഷ്ണു സ്ഥിതിയിൽ രക്ഷയിൽ പ്രവർത്തിക്കുന്നു. രുദ്രോ അപ്യയായ, രുദ്രനാകട്ടെ അപ്യയത്തിനായിക്കൊണ്ടാണ്, നാശത്തിനായിക്കൊണ്ട് രുദ്രനായി ജനിച്ച് തമോ ഗുണം ആശ്രയിച്ച് പുരുഷ സ ആദ്യ. അപ്പൊ തമോ ഗുണം കൊണ്ട് ഉണ്ടാക്കി രക്ഷിച്ച സകല വസ്തുക്കളെയും തൻ്റെ ഉള്ളിലേക്ക് ഉപസംഹരിക്കലാണ്. അതുകൊണ്ട് രുദ്രൻ എന്ന പേരിൽ ഭവിച്ചു. അവൻ ആദി പുരുഷനായ ആദ്യത്തെ പുരുഷനാകുന്നു. ഇങ്ങനെ ഇതി സ്ഥിതിലയാഹ സതതം പ്രജാസ്. ഇങ്ങനെയാണ് പ്രജകളിൽ എപ്പോഴും ഉത്ഭവസ്ഥിതിലയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ സമസ്ത ജീവജാലങ്ങളിലും ഉത്ഭവമുണ്ട്, സ്ഥിതിയുണ്ട്, ലയമുണ്ട്. ഇത് ഈ ആദിപുരുഷനായ ഭഗവാൻ അനുഷ്ഠിച്ചു പോന്നതാണ് 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ട്. അതെല്ലാ ജീവജാലങ്ങളും ചെയ്യും. എല്ലാ ജീവജാലങ്ങളിലും സൃഷ്ടിയുണ്ട്. സൃഷ്ടിച്ച വസ്തുക്കളെ ജീവജാലങ്ങൾ സംരക്ഷിക്കും. ഒടുവിൽ അത് സ്വയം ഈ പ്രകൃതിയിൽ ലയിച്ച് ഇല്ലാണ്ടാകും. അത് തന്നിലേക്ക് വന്നു ചേരും. ആദാവഭുച്ഛതധൃതീരജഭ്യസർഗേ വിഷ്ണുസ്ഥിതോ കൃതിപത് ദ്വിജധർമ്മഭേദോ രുദ്രോപ്യയായ തമസാപുരുഷസ്വാദ്യ ഇത്യുദ്ഭവസ്ഥിതിലയ സതതം പ്രജാസു. ആദാവഭുച്ഛതധൃതീരജഭ്യസർഗേ വിഷ്ണുസ്ഥിതോ കൃതുപത് ദ്വിജധർമ്മഭേദോ രുദ്രോപ്യയായ തമസാപുരുഷസ്വാദ്യ ഇത്യുദ്ഭവസ്ഥിതിലയ സതതം പ്രജാസു. ധർമ്മസ്യ ദക്ഷദുഹിതര്യ അജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഋഷിപ്രവര പ്രശാന്ത നൈഷുമ്യലക്ഷണമുവാച ചചാരകർമ്മ യോദ്യാപിജാസ്ത ഋഷിവര്യനിഷേവിതഘ്രീ. ആദ്യം വിരാട് പുരുഷന്റെ അവതാരത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്
ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ അവതാരം ദക്ഷന്റെ ദുഹിതരി, ദക്ഷന്റെ മകളിൽ ധർമ്മഫ്യ മൂർത്തിയാം അജനിഷ്ഠ, ദക്ഷന്റെ പുത്രിയായ മൂർത്തിയിൽ ധർമ്മദേവന്റെ പുത്രനായിട്ട് നാരായണ നരഹ ഋഷിപ്രവരഹ, നാരായണൻ നരൻ എന്ന രണ്ട് പ്രവരന്മാരായ ഋഷിമാർ, ഉത്കൃഷ്ടന്മാരായ ശ്രേഷ്ഠന്മാരായ രണ്ട് ഋഷിമാർ ഉണ്ടായി. അതാണ് ആദ്യത്തെ അവതാരം. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ കഴിഞ്ഞാൽ ആദ്യത്തെ അവതാരം നരനാരായണ അവതാരമാണ്. ധർമ്മഫ്യ ദേവന് ദക്ഷദുഹിതരി, ദക്ഷന്റെ മകളിൽ അജനിഷ്ഠ ജനിച്ചു, മൂർത്തി എന്ന ദേവിയിൽ. നാരായണവും നര, നാരായണൻ നരൻ എന്ന രണ്ട് ഋഷിപ്രവരഹ പ്രശാന്ത, അവരെ ശാന്തരാണ്. നൈഷ്കർമ്മ്യലക്ഷണമുവാച, നൈഷ്കർമ്മ്യത്തിന്റെ ലക്ഷണത്തെ കുറിച്ച് അവർ പറഞ്ഞു. നൈഷ്കർമ്മ്യം കർമ്മം ചെയ്യാതിരിക്കലല്ല, കർമ്മത്തിന്റെ ഫലം അവരവർ അനുഭവിക്കാനാവാത്ത കർമ്മം ചെയ്യാം. അതിന്റെ പേരാണ് നൈഷ്കർമ്മ്യം എന്ന്. അതുകൊണ്ട് ഈ രണ്ട് ഋഷിമാരായിട്ട് ഈ ഭഗവത് ചൈതന്യം ജനിച്ചിട്ട് നൈഷ്കർമ്മ്യത്തിന്റെ ലക്ഷണം നിഷ്കാമമായ കർമ്മം കൊണ്ട് നേടേണ്ട ജ്ഞാനത്തിന്റെ ലക്ഷണവും അതിനുപകരിക്കുന്ന കർമ്മവും ഉപദേശിച്ചു. രണ്ടും ഉപദേശിച്ചു. ജ്ഞാനം ഉപദേശിച്ചു, കർമ്മം ഉപദേശിച്ചു. നൈഷ്കർമ്മ്യ ലക്ഷണമുവാച ചചാര കർമ്മ, കർമ്മത്തിലൂടെ സഞ്ചരിച്ചു, കർമ്മം ചെയ്യേണ്ട ആവശ്യകതകളെ കുറിച്ച് പറഞ്ഞു. യോ യാവരാണോ അധ്യാപിചാസ്തി, ഇപ്പോഴും ഇരിപ്പുണ്ട്, ഋഷിവര്യ നിഷേവിത അംഘ്രി, ഋഷിശ്രേഷ്ഠന്മാരാൽ സേവിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടി ഇപ്പോഴും ഈ രണ്ട് മൂർത്തികൾ ഇരിപ്പുണ്ട്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഈ നരനാരായണന്മാരായിട്ട് ഭൂമിയിൽ അവതരിച്ചത്. അവരുടെ അവതാര ലക്ഷ്യം തന്നെ ജ്ഞാനം ഉപദേശിക്കാനും കർമ്മം ഉപദേശിക്കാനുമാണ്. മോക്ഷത്തെ നിരോധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനാണ് കർമ്മം ഉപദേശിക്കുന്നത് പറഞ്ഞത്. മോക്ഷത്തിന് ഉതകുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാം, അതിന് കുഴപ്പമില്ല, അതാണ് വേണ്ടത്. അതിന്റെ പേരാണ് നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞത്. ആ ലക്ഷണം നാരദാദികളായ മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ ധർമ്മം ലോകത്തിൽ പരത്താൻ വേണ്ടി ഇതനുഷ്ഠിച്ച് കാണിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള നാരദാദികളായ മുനിശ്രേഷ്ഠന്മാരാൽ ആരാധിക്കേണ്ട പാദങ്ങളോട് കൂടിയ നരനാരായണന്മാർ ഇപ്പോഴും ഭഗവാനെ സേവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. തപശക്തി ഉള്ളവരാണെങ്കിലും സാധാരണ മഹർഷിമാരിൽ കാണപ്പെടുന്ന കാമക്രോധാദികൾ അവരെ ബാധിക്കില്ല. അതുകൊണ്ടാണ് പ്രശാന്ത ചിത്തം എന്നൊരു വിശേഷണം കൊടുത്തത്. ഋഷിമാരാരും പ്രശാന്തരാവണമെന്നില്ല. നമ്മൾക്ക് എല്ലാ കഥയിലും അറിയാം. കോപിക്കാത്ത, ദേഷ്യപ്പെടാത്ത, ശപിക്കാത്ത ഋഷിമാർ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ഒരാൾ ആയിരുന്നില്ല ഇദ്ദേഹം. അതുകൊണ്ടാണ് പ്രശാന്ത ചിത്തനാണ് എന്ന് പറയുന്നത്. അന്ധക്കരണം ശാന്തമായിരുന്നെങ്കിലേ ഭഗവന്റെ മാഹാത്മ്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. എല്ലാ പ്രാണികളോടും കാരുണ്യം തോന്നുകയുള്ളൂ. ഇങ്ങനെയുള്ള നരനാരായണ മഹർഷിമാരുടെ ആശ്ചര്യകരമായ പ്രവൃത്തി ഒരു 8-10 ശ്ലോകത്തിൽ ഇനി അങ്ങോട്ട് വിവരിക്കാം. നരനാരായണന്മാരുടെ അവതാര മഹത്വത്തെ കുറിച്ച്. ധർമ്മഫ്യദക്ഷദുഹിതിര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഋഷിപ്രവര പ്രശാന്ത നൈഷമ്യലക്ഷണമുവാച ചചാര കർമ്മ യോദ്യാവിജാസ്ത ശിവജനിഷേവിതംഘ്രീം ധർമ്മഫ്യദക്ഷദുഹിതിര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഋഷിപ്രവര പ്രശാന്ത
നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാരകർമ്മ യോദ്യാപിജാസ്ത ശിവജ്യനിഷേവിതംഘ്രീം ധർമ്മഫ്യദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഋഷിപ്രവര പ്രശാന്ത നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാരകർമ്മ യോദ്യാപിജാസ്ത ശിവജ്യനിഷേവിതംഘ്രീം ഇന്ദ്രോ വിശങ്ക്യമമധാമ ജിഘൃക്ഷതീതി കാമം ന്യയുക്തഫഗണം സ്വബദദ്യുപക്ഷ്യം ഗത്വാപ്സരോഗണ വസന്ത സുമന്ദവാതൈ സ്ത്രീ പ്രേക്ഷണേഷുഭിര അവിധ്യതന്മഹിജ്ഞ. ഇന്ദ്രോ വിശങ്ക്യ. ഈ നരനാരായണന്മാർ അവതരിച്ച് തപസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഇന്ദ്രനൊരാശങ്ക. ഇന്ദ്രോ വിശങ്ക്യ മമ ധാമ ജിഘൃക്ഷതി. എന്റെ ഇരിപ്പിടത്തെ അപഹരിക്കാൻ വേണ്ടിയാണ്. മമ ധാമ, എന്റെ ധാമം, ഇരിപ്പിടം. ജിഘൃക്ഷതി, ഹർത്തും ഇച്ഛതി ജിഘൃക്ഷതി, അപഹരിക്കാൻ വേണ്ടിയാണ് ഈ തപസ്സെന്ന് ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചു. ഇന്ദ്രന്റെ സ്വാഭാവികമായൊരു ഭാവമാണിത്. ഭൂമിയിൽ ആര് തപസ് ചെയ്താലും തന്റെ സ്ഥാനം നേടാനാണ് എന്നൊക്കെ ഒരു ഭയം ആർക്കുണ്ട്? ഇന്ദ്രനുണ്ട്. ഇന്ദ്രോ വിശങ്ക്യ മമധാമ ജിഘൃക്ഷതീതി കാമം ന്യയുക്ത. അതുകൊണ്ട് കാമനെ പറഞ്ഞയച്ചു, കാമദേവനെ പറഞ്ഞയച്ചു. ഫഗണം, ഒറ്റയ്ക്കല്ല, ഒരു സംഘം ആൾക്കാരോടൊപ്പം. ബദരിയുവാക്ഷ്യൻ, ബദരി എന്ന പേരുള്ള ആശ്രമസ്ഥാനത്തിലേക്ക് കാമദേവനെയും കാമദേവന്റെ കൂട്ടുകാരായ കുറെ ആൾക്കാരെയും കൂടി പറഞ്ഞയച്ചു. ഗത്വാപ്സരോഗണ വസന്ത സുമന്ദവാതൈ. എങ്ങനെയാ പോകുന്നത്? ഗത്വ, പോയിട്ട് ആരൊക്കെയാണ് കൂടെ? അപ്സരോഗണങ്ങൾ, വസന്തൻ, നല്ല കാറ്റ്, സുമന്ദവാതൈ, നന്നായി പതുക്കെ വീശുന്ന കാറ്റ്, വസന്തകാലം, ഋതു, അപ്സരസ്ത്രീ. ഈ 3 പേരാണ് കാമദേവന് കൂട്ടായിട്ട് പറഞ്ഞത്. സ്ത്രീ പ്രേക്ഷണേഷുഭിരവിദ്യത് അതന്മഹിജ്ഞ. സ്ത്രീ പ്രേക്ഷണേഷുഭി, സ്ത്രീകളുടെ നോട്ടമാകുന്ന അമ്പുകൊണ്ട്. സ്ത്രീ പ്രേക്ഷണ ഇഷുഭിഹി, സ്ത്രീകളുടെ കടാക്ഷപൂർണമായ നോട്ടമാകുന്ന അമ്പുകൊണ്ട്. അവിദ്യത്, എന്താണ്? പ്രഹരിച്ചു, പിളർന്നു. അതന്മഹിജ്ഞ, അദ്ദേഹത്തിന്റെ മഹിമ അറിയാതെ. തന്മഹിജ്ഞ, അവന്റെ മഹിമ അറിയുന്നു. അതന്മഹിജ്ഞ, അവന്റെ മഹിമ അറിയാത്തവനായിട്ട്. അപ്പൊ ബദരി ആശ്രമത്തിലാണ് ഇദ്ദേഹത്തിന്റെ തപസ് എന്നാണ് പറഞ്ഞത്. അന്ന് മുതലാണ് അവിടെ പുണ്യസ്ഥലമായി അറിയപ്പെട്ടത്. ഇങ്ങനെയുള്ള താപസന്മാരെ കാണുമ്പോൾ ഇന്ദ്രന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ദുരാരോപണമാണ് തന്റെ സ്ഥാനം അപഹരിക്കുന്നുവെന്ന്. അതുകൊണ്ടാണ് സൈന്യനാഥനായ കാമൻ ഉൾപ്പെടെ തന്റെ ആ ഒരു വലിയ സൈന്യപ്പടയെ അവിടേക്ക് പറഞ്ഞയച്ചു. സാധാരണ ജനങ്ങളുടെ മനസ്സിനെ ഏത് തപസ്സിൽ നിന്ന് ഇളക്കി മാറ്റി വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ സമർത്ഥനാണ് കാമൻ. അതുകൊണ്ടാണ് കാമനെ പറഞ്ഞയച്ചത്. ഇനിയും കാമനെ സഹായിക്കാൻ കുറെ അമ്പുകളായ സ്ത്രീകളുടെ നോട്ടം കാമന്റെ കൂടെ, അപ്സരസുകളുടെ. ഇനിയും അപ്പോൾ ഭൗതികമായ ഈ കാമവികാരം ഉണ്ടാകാൻ പര്യാപ്തമായി ഇളം കാറ്റുകൾ, വസന്തകാലം, പൂക്കൾ, സുഗന്ധം, ഇതൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെയാണ് ഇവരെ ആശ്രമത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇന്ദ്രന് സ്വാർത്ഥ താല്പര്യം മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഈ മഹാനുഭാവന്മാരുടെ വൈഭവം അറിയാനുള്ള ബുദ്ധിശക്തി ഉണ്ടായിരുന്നില്ല. അതന്മഹിജ്ഞ, ഈ മഹിമ അറിയാത്തവരായിട്ട് ഇഷുഭി, അമ്പുകളെ കൊണ്ട് ആ അദ്ദേഹത്തിന്റെ ആ മഹിമയെ അറിയാതെ അവിദ്യ പ്രസരിച്ചു. ഇന്ദ്രോ വിശങ്ക്യ മമധാമ ജഘൃക്ഷതീരി കാമം ന്യയുക്ത ഫഗണം സബലജ്യുപക്ഷ്യം.
ഗത്വാപ്സരോഗണവസന്ത സുമന്തവാദേ സ്ത്രീ പ്രേക്ഷണേഷുഭിരവിധ്യതന്മഹിജ്ഞ ഇന്ദ്രോ വിഷങ്യമമധാമ ജഘൃക്ഷതീതി കാമം യയുങ്ത ഫഗനം ഫബദര്യുപക്ഷ്യം ഗത്വാപ്സരോഗണവസന്ത സുമന്തവാദേ സ്ത്രീ പ്രേക്ഷണേഷുഭിരവിധ്യതന്മഹിജ്ഞ ഇന്ദ്രോ വിഷങ്യമമധാമ ജഘൃക്ഷതീതി കാമം യയുങ്ത ഫഗനം ഫബദര്യുപക്ഷം ഗത്വാപ്സരോഗണവസന്ത സുമന്തവാദേ സ്ത്രീ പ്രേക്ഷണേഷുഭിരവിധ്യത് അതന്മഹിജ്ഞാം വിജ്ഞായ ശക്രകൃത അക്രമമാതിദേവ പ്രാഹപ്രഹസ്യഗത വിസ്മയ ഏജമാനൻ മാ ഭൈഷ്ടഭോ മദന മാരുതദേവവധൂ വിനീതനോ പെരിമശൂന്യമിമം കുരുത്വം. വിജ്ഞായ അറിഞ്ഞിട്ട് ശക്രകൃതം ശക്രനാൽ ഇന്ദ്രനാൽ ചെയ്യപ്പെട്ടതാണ് ഈ ദ്രോഹപ്രവൃത്തി എന്ന് അറിഞ്ഞിട്ട് ശക്രകൃതം വിജ്ഞായ ശക്രനാൽ ചെയ്യപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ട് ശക്രകൃതം അക്രമം ഈ ക്രമം തെറ്റിയുള്ള വരവ് ഇന്ദ്രൻ നിയോഗിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ട് ആദിദേവനായ ഈ ഭഗവാൻ പ്രാഹ അവരോട് പറഞ്ഞു. പ്രഹസ്യ ഇന്ദ്രന്റെ ഈ പ്രവൃത്തികളൊക്കെ ഓർത്തിട്ട് ഉള്ളിലൊന്ന് ചിരിച്ചു. ഇന്ദ്രന്റെ അല്പജ്ഞതയെ മനസ്സിൽ ആലോചിച്ചിട്ട് ഉള്ളിൽ ചിരി വന്നു. വിസ്മയം അല്പം പോലും ഉണ്ടായില്ല. അഹങ്കാരമില്ലാത്തവനായി, ഗർവില്ലാത്തവനായി. ന്യായമായിട്ടും ഇവരെ കാണുമ്പോൾ കോപം ഉണ്ടാവേണ്ടതാണ്, അത് ഉണ്ടായില്ല. വിസ്മയം ഉണ്ടായില്ല, കോപം ഉണ്ടായില്ല. ഗതവിസ്മയ യജമാനാൻ വർദ്ധിക്കുന്നവരായിട്ട് തങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ആദിപുരുഷനായ ആദിദേവനായ നരനാരായണന്മാരെ കണ്ടപ്പോൾ ഈ വന്ന കാമൻ ഉൾപ്പെടെയുള്ള ആ ദേവഗണങ്ങൾ അല്പമൊന്ന് ഭയന്ന് അവരുടെ ആ ഭയമെന്ന വികാരം വളർന്നു വളർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ ആദിദേവന്മാർ അവരോട് പറഞ്ഞു, മാ ഭൈഷ്ട, പേടിക്കണ്ട. മാ ഭൈഷ്ട ഭോ മദന, അല്ലയോ കാമദേവ, വെറുതെ പേടിക്കണ്ട, പേടിക്കാതൊന്നുമില്ല. മാരുത, അല്ലയോ കാറ്റേ, ദേവവധൂഹു, ദേവന്മാരുടെ വധുക്കളായ അപ്സര സ്ത്രീകളെ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ മുഖം കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഭയന്ന് പറച്ചിരിക്കുന്നു. ഗൃണ്ണീതനോ ബലിം, ഞങ്ങളുടെ സൽക്കാരത്തെ സ്വീകരിക്കൂ. ബലിക്കുള്ള സൽക്കാരം എന്നർത്ഥം. ഗൃണ്ണീത, സ്വീകരിക്കൂ. നോ, ഞങ്ങളുടെ ബലിം, പൂജയെ. അശൂന്യമിമം കുരുത്വം, ഈ ആശ്രമം അശൂന്യമാക്കി ചെയ്യൂ. എന്നുവെച്ചാൽ ഈ ആശ്രമത്തിൽ നിങ്ങൾ നിൽക്കൂ എന്നത്. ശൂന്യമല്ലാതാക്കൂ, അതാണ് അശൂന്യം. എന്നുവെച്ചാൽ അർത്ഥം നിൽക്കൂ. ഇവിടെ നിങ്ങളില്ലെങ്കിൽ ഈ ആശ്രമം ശൂന്യമാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ആശ്രമം അശൂന്യമാണ്. അതുകൊണ്ട് ഗർണീതനോ ബലിം അശൂന്യമിമം കുരുത്വം ചെയ്യൂ. ഇന്ദ്രന്റെ അതിക്രമം അറിഞ്ഞിട്ടും ഒരു പരിഭവമില്ല, വിദ്വേഷമില്ല, ദേഷ്യമില്ല, ഒന്നുമില്ല. ഈ കാമനോടും മാരുതനോടും അപ്സര സ്ത്രീകളോടും വളരെ സൗമ്യമായി മര്യാദയായി പെരുമാറി. നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ഇരിക്കുവോ അല്പസം. ഇതാണ് ഒരാളുടെ മാഹാത്മ്യത്തിന്റെ ലക്ഷണം. ഇത് ആദിപുരുഷനായി അവതരിച്ച് നമ്മെ കാണിച്ചെന്നും ഭഗവാൻ. ഇങ്ങോട്ട് എന്ത് ദ്രോഹത്തിന് വരുന്നവരാണെങ്കിലും അങ്ങോട്ട് ചിരിച്ച് ഇരിക്കൂ, സാരമില്ല, പോട്ടെ എന്നൊന്ന് പറഞ്ഞാൽ അവർ ശാന്തരാകും. ഇത് ഒരു മഹിമയുടെ മാഹാത്മ്യത്തിന്റെ അടയാളമാണ്. അവരവരുടെ ശക്തി
മറ്റുള്ളവരെ നശിപ്പിക്കാൻ ആവരുത് എന്നൊരു ഉപദേശമാണിത്. നമുക്ക് ശക്തിയുണ്ട്. വേണമെങ്കിൽ ഈ നരനാരായണന്മാരുടെ തപശക്തി കൊണ്ട് ഇന്ദ്രനെയും ഈ കാമനെയും ഈ വന്നവരെയൊക്കെ നശിപ്പിക്കാം. പരദ്രോഹത്തിനല്ല നമ്മുടെ ശക്തി. എന്തിനാണ്? പരന്മാരെ ഉപകരിക്കാൻ വേണ്ടി, പരോപകാരത്തിനാണ് നമ്മുടെ ശക്തി ഉപകരിക്കേണ്ടത്. നമ്മുടെ ശക്തി മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഉപയോഗിച്ചാൽ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ഇതില്ലാത്തവരാണ് നരനാരായണ ഋഷിമാർ. അവർ ആചരിക്കേണ്ട ആ മാർഗത്തെ ഇങ്ങനെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. ഉപദേശത്തെക്കാൾ എത്ര ശ്രേഷ്ഠമാണ്! പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു അവർ. ഇതാണ് നരനാരായണന്മാരായിട്ട് ഭഗവാൻ ജനിച്ച് ആദ്യം കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു സ്വധർമ്മത്തെ കുറിച്ചാണ്. വിജ്ഞായ ശക്രകൃതമക്രമ അതിദേവം പ്രാഹപ്രഹവ്യഗത വിസ്മയ യജമാനൻ മാഭൈഷ്ടഭോ മദനമാരുതദേവവദ്ധോ ഉന്നീതനോ ബലിമശൂന്യമിമം കുരുത്വം. വിജ്ഞായ ശക്രകൃതമക്രമ അതിദേവ പ്രാഹപ്രഹവ്യഗത വിസ്മയ യജമാനൻ മാഭൈഷ്ടഭോ മദനമാരുതദേവവദ്ധോ ഗൃഹീതനോ ബലിമശൂന്യമിമം കുരുത്വം. വിജ്ഞായ ശക്രകൃതം അക്രമമാതിദേവാം പ്രാഹപ്രഹവ്യഗത വിസ്മയ യജമാനൻ മാഭൈഷ്ടഭോ മദനമാരുതദേവവദ്ധോ ഗൃഹീതനോ ബലിമശൂന്യമിമം കുരുത്വം. യുദ്ധം ബ്രുവത്യഭയദേ നരദേവദേവാം സൗവ്രീഡനമ്രശിരഫഘണം തമോരു നൈതദ്വിഭോതു പരേ വികൃതേ വിചിത്രം സ്വാരാമധീഃ അനിരാകരത സ്വാരാമധീർ അനികാരനതപാദപത്നേ. യുദ്ധം ബ്രുവത്തി അഭയദേ നരദേവ. ഹേ നരദേവ, അല്ലയോ രാജാവേ, ഇങ്ങനെ അഭയദേ, അഭയം കൊടുക്കാൻ കഴിവുള്ളവനായ ദേവൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ, ഹേ നരദേവ, യുദ്ധം അഭയദേ ബ്രുവതി സതി. ഇങ്ങനെ അഭയം കൊടുക്കാൻ കഴിവുള്ളവനായ ആ ആദിദേവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ദേവാ, അല്ലയോ ദേവന്മാരെ, മന്മഥൻ മുതലായ ദേവന്മാർ ഫൗവ്രീയുടെ നമ്രശിരഫ, ലജ്ജ കൊണ്ട് തലതാഴ്ത്തി നോക്കൂ. കടാക്ഷമാകുന്ന കൺകോണുകൾ കൊണ്ട് അമ്പെയ്ത് രണ്ടുപേരെയും തപസ് മുടക്കി വിജയശീലായിട്ട് തിരിച്ചു പോകാൻ വന്നവരാണ് ഈ 3 സംഘം ആൾക്കാർ. കാമദേവനും മന്ദമാരുതനായ മാരുതനും വസന്തനും അപ്സരസ്ത്രീകൾ. അവര് വന്നിട്ട്, നിങ്ങൾ പേടിക്കണ്ട, ഇതാ എൻ്റെ അടുക്കൽ ഇവിടെ വന്നിരിക്കൂ എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ടപ്പോൾ, കാരണം ഇവരുടെ തപസ് മുടക്കി ഇവരെ നശിപ്പിക്കാൻ ഓടിയെത്തിയവരാണ്, അവരോട് പെരുമാറിയത് കണ്ടപ്പോൾ അവർക്ക് പോലും ലജ്ജയായി. പബ്രിയുടെ നമ്രശിരഫ, പഘണം ദയവോടെ, ദയാലുവായ ആ ഭഗവാനോട് ഫഘണം തം ഊചു. ഫബ്രിയുടെ നമ്രശിരഫ ഘൃണം തം ഊചു. എന്താണ് ഇനി അങ്ങോട്ട് കുറെ ശ്ലോകങ്ങൾ അവരുടെ വാക്കുകളാണ്. അവരുടെ കാമന്റെയും മാരുതന്റെയും വസന്തിന്റെയും അപ്സരസുകളുടെയും. ന ഏതദ്വിഭോ നൈതദ്വിഭോ ത്വയി പരേ വികൃതേ വിചിത്രം സ്വാരാമധീഃ. അല്ലയോ വിഭോ, സർവ്വവ്യാപി ആയിരിക്കുന്നവനായ ഹേ ഭഗവൻ, സ്വാരാമധീർ അനികരാനതപാദപത്നേ. സ്വാരാമധീഹി,
ആത്മാരാമന്മാരായ ബുദ്ധിയുള്ളവർ. സ്വാരാമധി. സ്വ ആരാമന്മാർ, തന്നിൽ തന്നെ രമിക്കുന്നവർ ആത്മാരാമന്മാർ. ആത്മാരാമന്മാരായ ധീരന്മാർ. സ്വാരാമധീഹി അനികര ആനതപാദപത്നേ, അടുക്കൽ നിന്ന് ആനതമായ നമസ്കരിക്കുന്ന പാദപത്മത്തോട് കൂടിയവനായ. ആത്മാരാമന്മാരായ ധീരന്മാർ പോലും നമസ്കരിക്കത്തക്ക പാദപത്മങ്ങളോട് കൂടിയതും പരേ അവിദ്യയിൽ നിന്ന് വളരെ ദൂരെ നിൽക്കുന്നവനും അവികൃതേ വികാരമില്ലാത്തവനുമായ ത്വയ് അങ്ങയിൽ ഏതത് ഇത് ക്ഷമ, ഇത് ഈ ക്ഷമ എന്ന വിചിത്രം, ആശ്ചര്യമല്ല. മഹാപുരുഷനായ അങ്ങയ്ക്ക് ക്ഷമ യോഗ്യമാണ്. ഇങ്ങനെയുള്ള മഹാപുരുഷന്മാർക്കേ ക്ഷമയുണ്ടാവുള്ളൂ. അങ്ങ് ക്ഷമ പ്രകാശിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഞങ്ങളെ പോലെ ആയിപ്പോവില്ല, അങ്ങ് ബുദ്ധിഹീനന്മാരെ പോലെ ആയിപ്പോകും. അങ്ങനെ അങ്ങേക്കാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് കാണിച്ച ക്ഷമ അത്ഭുതപ്പെടാനില്ല. ഞങ്ങൾക്കിത് കാണിക്കാൻ പറ്റില്ല. ഞങ്ങളും അങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപരാധം ചെയ്തവരോട് പോലും കാരുണ്യം കാണിക്കാൻ പറ്റുക, അത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അപരാധം ചെയ്തവരോട് പക വീട്ടിയെ ഞങ്ങൾ പിന്മാറുകയുള്ളൂ. പക്ഷെ അങ്ങിപ്പോ അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് അങ്ങയുടെ സഹജമായ ഈ മഹാത്മ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാമക്രോധാദികളായ ഞങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് അങ്ങയുടെ മനസ്സിനെ വികൃതപ്പെടുത്താനാവില്ല, ഞങ്ങൾക്ക് ഉറപ്പായി. കാമന്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഇതൊക്കെയാണ്. ഇതൊന്നും കൊണ്ട് അങ്ങയുടെ മനസ്സിനെ വ്രണപ്പെടുത്താനാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. കാരണം അങ്ങ് അവിദ്യയിൽ നിന്നും ദൂരെയാണ് ഇരിക്കുന്നത്, ഞങ്ങൾ അവിദ്യയിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ആർക്കറിയാം? ഇവർക്കെല്ലാം അറിയാം. കാമദേവനാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഇന്നത്തെ ആൾക്കാരുടെ ഒരു മോഡലാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. അജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള വൃത്തിയുടെ ബാധ ഉണ്ടാകുള്ളൂ. കാമക്രോധാദികളുടെ ബാധ ഉണ്ടാകുന്നത് അജ്ഞാനം കൊണ്ട് മാത്രമാണ്. ജ്ഞാനസ്വരൂപനായ അവിദ്യ നിവർത്തിച്ചവനായ അങ്ങയുടെ മനസ്സിനെ ഇളക്കി തീർക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധീരന്മാർക്ക് കൂടി ആ പാദപത്മങ്ങളെ വണങ്ങാനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ കാമാദികളൊന്നും അങ്ങയെ ബാധിക്കില്ല. അങ്ങയെ ഭജിക്കുന്നവർക്ക് കൂടി കാമാദികളെ ജയിക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഞങ്ങളുടെ കഥ പറയാനില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് കാണിച്ച ഈ കാരുണ്യം അങ്ങയുടെ സഹജമായ ധർമ്മമാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു. ഇത്തം ബ്രുവത്യഭയദേ നരദേവദേവ സ്വവ്രീഡനമ്രശിരഫഘ്നം തമോജു നൈതദ്വിഭോതു പരേ വികൃതേ വിചിത്രം സ്വാരാമധീര് അനികരാനതപാദപത്മേൻ. ഇത്തം ബ്രുവത്യഭയദേ നരദേവദേവ സ്വവ്രീഡനമ്രശിരഫഘ്നം തമോജു നൈതദ്വിഭോതു പരേ വികൃതേ വിചിത്രേ സ്വാരാമധീരനികരാനതപാദപത്മേ. ഇത്തം ബ്രുവത്യഭയദേ നരദേവദേവ സ്വവ്രീഡനമ്രശിരഫഘ്നം തമോജു നൈതദ്വിഭോതു പരേ വികൃതേ വിചിത്രം സ്വാരാമധീര അനികരാനതപാദപത്മേ. ത്വാം സേവതാം സുരകൃതാ ബഹവോന്തരായാഃ സ്വമുഖോ വിലംഘ്യ പരമം പ്രജതം പദം തേ നാന്യസ്യ ബർഹിഷി ബലിം ദദതസ്വഭാഗാൻ ധത്തേ പദം ത്വമവിദാ യദി വിഘ്നമൂർധ്നി. ത്വാം സേവതാം, അങ്ങയെ സേവിക്കുന്നവർക്ക്
സുരകൃത ബഹവോ അന്തരായ, ദേവന്മാരാൽ ചെയ്യപ്പെടുന്ന പലതരത്തിലുള്ള അന്തരായങ്ങൾ, തടസ്സങ്ങൾ, വിഘ്നങ്ങൾ. സ്വൗകോ സ്വന്തം, ഓകം സ്വർഗം, ഓകം ച വീട്. സ്വ ഓകഹ സന്ധി ചെയ്യുമ്പോൾ ഫൗകഹ എന്ന ഔകാരം എന്നാണ് വൃത്തി വന്നിട്ട്. അതായത് സ്വർഗം എന്നർത്ഥം. സ്വൗകോ വിലംഘ്യ അതിക്രമിച്ചിട്ട്, പരമം തേ പദം വർജതാം പരമമായ അങ്ങയുടെ പദത്തെ പ്രാപിക്കുന്നവരുടെ ന അന്യഫ്യ ബർഹിഷി അന്യഫ്യ മറ്റൊന്നുകൊണ്ട്, അന്യനെ ബർഹിഷി അഗ്നിയിൽ, ബലീൻ ദദതഃ സ്വഭാഗാൻ ബലീൻ ദദതഃ സ്വന്തം ഭാഗമായ ബലി ചെയ്തുകൊണ്ട്, ധത്തെ ചെയ്യുന്നു, പദം പദത്തെ, ത്വം അപിത യതി വിഘ്നമൂർത്തി അങ്ങ് രക്ഷിതാവായിരിക്കുകയാണെങ്കിൽ വിഘ്നത്തിന്റെ മൂർധനി തലയിൽ. പദം ധത്തെ കാലുവയ്ക്കുന്നു, വിഘ്നങ്ങളെ ചവിട്ടി താഴ്ത്തുന്നു. ഇവിടെ രണ്ട് തരത്തിലാണ് ഈ ദേവന്മാരുടെ വാക്കുകളിലെ ആശയം നീങ്ങുന്നത്. അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കളുടെ നേരെ അവിവേകം കാണിക്കുന്ന ഞങ്ങളുടെ പാപം, തെറ്റ് അങ്ങ് ക്ഷമിച്ചു എന്നുള്ളത് ഒരാശ്ചര്യമല്ല. കാരണം എന്താ, ഇത് കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സ്വഭാവമാണ്. അങ്ങയെ ഭജിക്കുന്നവരെ ദേവന്മാർ പല വിധത്തിൽ ഉപദ്രവിക്കും. അങ്ങനെയാണല്ലോ ഇപ്പം ഞങ്ങളെ പറഞ്ഞയച്ചത്. അങ്ങയെപ്പോലെയുള്ള ആൾക്കാരെ ഭജിക്കുന്നവരെയും ദേവന്മാരെയും ഉപദ്രവിക്കും. എന്തിനാണ്? ദേവേന്ദ്രന് അങ്ങയുടെ ഭക്തന്മാരെ ഉപദ്രവിക്കാനുള്ള ആയുധമാണ് ഞങ്ങളൊക്കെ. ആ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തിനാണ് ഇത് ഇന്ദ്രൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഇന്ദ്രൻ ഈ പരമർഷിമാരായ മഹർഷിമാരുടെ തപസ്സിനും വിഘ്നം ചെയ്യാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവർ ഇന്ദ്രന്റെ വാസസ്ഥാനമായ സ്വർഗലോകത്തെ ആഗ്രഹിക്കാതെ അതിൻ്റെ അപ്പുറത്തുള്ള അങ്ങയുടെ പരമപദത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവരാരും എൻ്റെ അടുക്ക വരില്ലല്ലോ, ഇവരാരും ഈ എൻ്റെ ലോകമായ സ്വർഗലോകത്തിലേക്ക് വരില്ല, ഇത് കാണുക പോലുമില്ല. ഇതിൻ്റെ അപ്പുറത്തുള്ള ബ്രഹ്മലോകത്തിലേക്കാണ് ഇവരൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നത്. അത് എന്നോട് കാണിക്കുന്ന അനീതിയാണ്, ധിക്കാരം. ഞാൻ പിന്നെ എന്തിനാ സ്വർഗത്തിന് ഉടമസ്ഥനായിട്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവരും ഈ സ്വർഗലോകത്തിൽ വന്ന് ഇവിടുത്തെ സുഖാനുഭവങ്ങൾ അനുഭവിച്ചിട്ട് പോകണം. ഇതാണ് ഇന്ദ്രന്റെ മോഹം. അപ്പം നിങ്ങളെ പോലെയുള്ളവർ ഇങ്ങോട്ട് വരില്ല, അവര് നിന്റെ അപ്പുറത്തേക്ക് പോവുകയുള്ളൂ. യാഗാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ദേവലോകത്തെ ആഗ്രഹിക്കുന്നവരാണ് അധികം ആൾക്കാരും. ദേവന്മാരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിക്കുന്നവരാണ് യജ്ഞം കൊണ്ട് സ്വർഗലോകത്തിലേക്ക് എത്തുന്നവരൊക്കെ. അത് അറിവില്ലാത്തവരാണ്. അവിടെ എത്തിയാൽ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരും. ശാശ്വതമായ സ്ഥാനമല്ല സ്വർഗം എന്നവർക്ക് അറിയില്ല. അറിവുള്ളവർ ഈ സ്ഥാനത്തെ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് അങ്ങയുടെ പാദത്തോട് ചേരാൻ വേണ്ടി അങ്ങയെ പൂജിക്കാം. അതിനാൽ ഇവർ ഈ ദേവന്മാരെ അവരെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനം സിദ്ധിക്കാതിരിക്കാനുള്ള വിഘ്നം വരുത്തണം എന്നുള്ളത് ഇന്ദ്രന്റെ ഒരു നിശ്ചയദാർഢ്യമാണ്. അതിനാണ് തപസ് മുടക്കുന്നത്. ഇന്ദ്രപദവി സ്ഥാനവും ഒന്നും നേടാൻ വേണ്ടിയല്ല. പിന്നെ എന്താണ്?
ദേവന്മാരെക്കാൾ ഉയർന്നവരായി തീരുന്നു നിങ്ങൾ. അത് പറ്റില്ല. അത് ദേവന്മാർക്ക് വിദ്വേഷമാണ്. അവർക്ക് പോലും എത്തിച്ചേരാനാവാത്ത പരമപദത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളത് ഒരു അസൂയയാണ്. ഇതൊറ്റ കാരണമാണ് ഈ തപസ് മുടക്കാൻ ഞങ്ങളെയൊക്കെ പറഞ്ഞയക്കുന്നത് ഞങ്ങൾ വിചാരിക്കാം. അങ്ങയെ പൂജിക്കാതെ ഇരിക്കുന്നവർക്ക് ദേവന്മാർ ചെയ്യപ്പെടുന്ന വിഘ്നങ്ങൾ ഉണ്ടാവില്ല. അവർ യാഗാദി കർമ്മം കൊണ്ട് അഗ്നിയിൽ കൂടി ദേവന്മാരെ ആരാധിക്കാണല്ലോ ചെയ്യുക. എന്നാൽ ഇവർക്ക് ഒരു തുച്ഛമായ സ്വർഗം മാത്രമേ കിട്ടുള്ളൂ, പരമപദം കിട്ടുന്നില്ല. അങ്ങ് അവരുടെ രക്ഷകനായിരിക്കാൽ അവർ എല്ലാവിധ വിഘ്നങ്ങളും ചവിട്ടി താഴ്ത്തി അങ്ങയുടെ പാദത്തോട് ചേരുക തന്നെ. അതുകൊണ്ട് അങ്ങയെ ഭജിക്കുന്നവരെ കൂടി ഉപദ്രവിക്കാൻ ശക്തരല്ലാത്ത ദേവന്മാർ ചെയ്യുന്ന വിഘ്നം അങ്ങയുടെ ഏൽക്കില്ല. ഈ വിഘ്നങ്ങൾ അങ്ങയുടെ കാലുകൊണ്ട് ഒന്ന് ചവിട്ടിയാൽ മതി, ഇത് മുഴുവൻ ദൂരെ പോകും. മരത്തിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ശാഖകളെയൊക്കെ തളർപ്പിച്ച് രക്ഷിക്കുന്നത് പോലെയാണ് ആദിദേവനായ ഭഗവാനെ ഭജിക്കുന്നവരുടെ നേരെ എല്ലാ ദേവന്മാരും പ്രസാദിക്കും. ഉപദ്രവിക്കല്ല, എല്ലാ ദേവന്മാരെയും ഒരേ സമയത്ത് സന്തോഷിപ്പിക്കണമെങ്കിൽ നരനാരായണന്മാരുടെ പാദകമലം ഭജിച്ചാൽ മാത്രം മതി. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്നവനായ ഭഗവാൻ തന്റെ ഭക്തന്മാരുടെ വൈഭവത്തെ സാമാന്യ ജനങ്ങൾക്ക് ധരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുമാറ് അവരെ ഉപദ്രവിക്കാൻ ദേവന്മാരെ പ്രേരിപ്പിക്കാം. ദേവന്മാർ ചെയ്യപ്പെടുന്ന വിഘ്നങ്ങൾ ഭക്തന്മാരിൽ ചെല്ലുമ്പോൾ ഈ കല്ലിൽ കുടമുടയ്ക്കുന്നത് പോലെ നിഷ്ഫലമായി ഭവിക്കും. ഇങ്ങനെ കാണപ്പെടുമ്പോൾ സാധാരണ ഭഗവാനെ ഭജിക്കാൻ ആൾക്കാർ ശ്രമിക്കും. അതുകൊണ്ട് ഭക്തി ഏവർക്കും ഉണ്ടാക്കി തീർത്ത് അനുഗ്രഹിക്കാനുള്ള അങ്ങയുടെ ശ്രമം ഉത്കൃഷ്ടമാണ് എന്ന് ഈ കാമനെ കൊണ്ട് സ്തുതിപ്പിക്കുകയാണ്. നോക്കൂ, കാമക്രോധാദികൾ പ്രതിനിധികളായിട്ട് വന്ന ആൾക്കാരെ കൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇന്ദ്രൻ ഇങ്ങനെ ആരുടെ തപസ് മുടക്കാൻ പുറപ്പെടുന്നതാണെങ്കിൽ ഇന്ദ്രലോകത്തേക്കല്ല അവർ പോവുക. തങ്ങളെ ധിക്കരിച്ചിട്ട് തങ്ങളെ ബഹുമാനിക്കാതെ അതിൻ്റെ അപ്പുറത്തുള്ള ലോകത്തേക്ക് പോകുന്നു, അതിനെ തടസ്സം ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ ഇന്ദ്രന്റെ ഉദ്ദേശം. ഇതാണ് ഞങ്ങളെ പറഞ്ഞു വെച്ചത് എന്ന് ഇവർ ഈ സംഭാഷണ മധ്യത്തിൽ അങ്ങയുടെ മാഹാത്മ്യം പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് വിസ്തരിക്കാം. ത്വാം സേവതാം സുരകൃതാബഹവോന്തരായാം സൗകോ വിലംഘ്യ പരമം വ്രജതം പദം തേ നാന്യസ്യ ബർഹിഷി ബലീന്ദതസ്വഭാഗൻ തത്തേ പദം ത്വമിൽ അവിത യതി വിഘ്നമൂർധ്നി. ത്വാം സേവതാം സുരകൃതാബഹവോന്തരായാം സൗകോ വിലംഘ്യ പരമം വ്രജതം പദം തേ നാന്യസ്യ ബർഹിഷി ബലീന്ദതസ്വഭാഗൻ തത്തേ പദം ത്വമവിത യതി വിഘ്നമൂർധ്നി. ത്വാം സേവതാം സുരകൃതാബഹവോന്തരായാം സൗകോ വിലംഘ്യ പരമം വ്രജതം പദം തേ നാന്യസ്യ ബർഹിഷി ബലീന്ദതസ്വഭാഗൻ തത്തേ പദം ത്വമവിത യതി വിഘ്നമൂർധ്നി. ഇങ്ങനെ ഇപ്പോഴാണ് വാസ്തവത്തിൽ എന്തിനാണ് ഇന്ദ്രൻ ഈ താപസന്മാരുടെ തപസ് മുടക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് കാമനെ കൊണ്ട് തന്നെ പറയിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് ഏകാദശത്തിൽ മാത്രമേ ഇത് പറയൂ. മുമ്പ് ഇന്ദ്രന് ധാരാളം കഥകൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഈ ലക്ഷ്യത്തേക്ക്, ഇതാണ് അതിന്റെ തത്വം പറയുന്നതാണ് ഏകാദശം നമുക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മളെ സമയം അതൊക്കെ വെച്ചുകൊണ്ടിരുന്നത് ഉപസംഹരിക്കാൻ. സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 9ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ വരി ഒന്നുകൂടെ തിരിച്ചു പറയണം സാറേ. ഏതാ? സ്വരാമാധീര നിഗത സ്വാരാമധീഹി അനികര ആനത പാദപത്നി. സ്വാരാമധീര നികരാനത പാദപത്നി. സ്വാരാമധീഹി അനികര ആനത പാദപത്നി.
ശരി ശരി. ഇത്തിരി കട്ടിയുള്ള അതാ ഒരൊറ്റ അതെ വാദത്തിൽ എഴുതിയിരിക്കും. അതെ അതെ, ഇത്തിരി കട്ടിയാണ്. കാരണം നമുക്ക് പദച്ഛേദം ചെയ്ത് എടുത്തൊന്ന് കിട്ടാൻ ഇത്തിരി പാടാണ്. ഇത്തിരി കൺട്രോൾ. അതെ. ശരി സാർ, ഓക്കെ. സംശയങ്ങളില്ലെങ്കിൽ ഇപ്പൊ സംബന്ധിക്കാം. ഇപ്പൊ എല്ലാ ആ അല്ല എല്ലാ പല കഥകളും വായിക്കുമ്പോഴേ അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ അതെ. പിന്നെ ഈ തപസ്സുകളുടെ തപസ് മുടക്കുന്നതെല്ലാം ആ. തന്റെ ഭാഗം തന്റെ അധികാരസ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതിന്റെ തത്വം ഇപ്പോഴാണ് പറഞ്ഞത്. ഭാഗവതം മുഴുവൻ എഴുത്തച്ഛൻ മുഴുവൻ പറയുന്ന അതാണ്. അതെ അതെ, ഇന്ദ്രൻ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട് എല്ലാ ഓരോ തന്നെ ഇവരെ പറഞ്ഞയക്കുന്നു, അല്ലെ ഇങ്ങനെ ചെയ്യുന്നു, ശാപിക്കുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴാണ് ഇത് മനസ്സിലായത്, ഈ തത്വം മനസ്സിലായത് ആദ്യമായിട്ടാണ്. അതെ അതെ, എല്ലാവരും കഥയിൽ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ഇപ്പൊ കാമനെ കൊണ്ട് തന്നെ പറയിക്കാണ്. പറയിപ്പിച്ചു അവരുടെ ഉദ്ദേശം, അവരുടെ ഉദ്ദേശം മറ്റൊന്നും അല്ല എന്നുള്ളത് അപ്പോഴാണ് ഈ വ്യക്തമായി. ഇതാണ് എന്റെ ശരിയായ തത്വം. ദേവന്മാരുടെ കുശുംബോസുയൊക്കെ ഉണ്ടോ? ആ ദേവന്മാർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് അപ്പുറത്ത് പോകാൻ പറ്റാത്തത്. കാമക്രോധാദികൾ മുഴുവൻ ബാധിക്കുന്നവരാണ് ദേവന്മാർ. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗത്തിന് അപ്പുറത്ത് പോകാൻ അവർക്ക് പറ്റാറില്ല. അതുകൊണ്ട് അവർക്ക് ഈ ഋഷിമാരോടുള്ള ദേഷ്യത. അതെ, ദേവന്മാർ നമ്മളെ പോലെ തന്നെ കാമക്രോധം സത്വരജസ്തമോ ഗുണങ്ങൾ ആരെ ബാധിക്കുന്നുണ്ട്? ദേവന്മാരെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നും അവർക്ക് അനുഭവിക്കേണ്ടി വരും. അതെ, ദേവന്മാർക്ക് ഇതെല്ലാം ഉണ്ട്. അത് ഓരോ കഥയിൽ നമുക്കിത് കാണാമല്ലോ. ദേവന്മാരും തപസ്സുകളും ആരും ഭിന്നരല്ല. പക്ഷെ താപസന്മാരുടെ ലക്ഷ്യം ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നുണ്ട്. താപസന്മാരുടെ ലക്ഷ്യം എന്താണെന്ന് ഇനി അങ്ങോട്ട് ബോധ്യപ്പെടുന്നത്. വിശ്വാമിത്രനൊക്കെ എന്തൊക്കെയാ കാണിച്ചു. അതൊക്കെ അടുത്ത 3-4 ശ്ലോകത്തിൽ വരും ആ കഥ. അനികര എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ സാർ? അടുത്തല്ലാതെ അടുത്തല്ലാതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഭാഗവതം പഠിച്ചാലേ ഇതൊക്കെ മനസ്സിലാക്കാനൊക്കെ. അതെ തന്നെയാ, ഭാഗവതർക്ക് ശരിക്കറിയെങ്കിൽ ഇതൊക്കെ കിട്ടും. ഈ കഥ നമ്മൾ എത്രയോ കാലമായിട്ട് കേട്ടു. ഇത് മാത്രമല്ല, ഈ തത്വത്തെ സാറിങ്ങനെ എടുത്തു കാണിക്കുന്നോണ്ടല്ലേ ഞങ്ങളത് മനസ്സിലാക്കുന്നത്. ഇതാ ഇവിടെ ഇതിന്റെ ക്ലൂ ഇതാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞു തന്നുകൊണ്ട് അത് മനസ്സിലായി. സന്തോഷം. അതാണല്ലോ ഏകാദശത്തിന്റെ ലക്ഷ്യം. അതാണ് ഈ തത്വം. ഏകാദശം വളരെ തത്വ നിർഭരമാണ്. അതെ, ഇതിനൊക്കെ തത്വം എന്താണെന്ന് ബോധ്യപ്പെടുത്തലാണ്. അപ്പൊ നമ്മൾ പറയാതെ പോയാൽ നമ്മളത് ചെയ്യുന്നൊരു അപരാധമല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്. സന്തോഷം സാറേ, സന്തോഷം. നല്ല വഴി കാട്ടുന്നതിൽ സന്തോഷം. അതെ അതെ, വഴി അതാണ്. ശരി സാറേ, നമുക്ക് സംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ.